ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ സജീവമായിട്ട് നടക്കുന്നു തോന്നുന്നു അല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ശേഷം ജൂലൈ മാസം 2024 17-12 തീയതികളിൽ ബത്തേരിയിലെ സപ്താഹ റിസോർട്ടിൽ KPC ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു. അതിനകത്ത് മിഷൻ 26 ഞങ്ങൾ എടുക്കുന്നേയില്ല. സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊരു മാർഗരേഖയാണ് പുറത്തിറക്കി. ആ മാർഗരേഖയുമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന്, എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലും ക്യാമ്പ് എക്സിക്യൂട്ടീവ് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ ലോക്കൽ ബോഡി സ്ഥാപനങ്ങളിലും ലോക്കൽ ബോഡിയിലും പാർട്ടിക്കെതിരായ ഒരു ഇലക്ഷൻ്റെ കോർ കമ്മിറ്റി അത് രൂപീകരിച്ചു കഴിഞ്ഞു. എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും രൂപീകരണം കോഴിക്കോട് ജില്ലയിൽ അത് രൂപീകരിച്ചു. ഈ കഴിഞ്ഞ 3-ാം തീയതി വാർഡ് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടത്തി അവർക്ക് ഫോട്ടോ വെച്ച ഐഡന്റിറ്റി കാർഡ് കൊടുത്തു. ഇനി മഹാത്മാഗാന്ധിയുടെ രക്ഷാശിതമായ ജനുവരി മാസം 30-ാം തീയതി മുതൽ എല്ലാ വാർഡുകളിലും മഹാത്മാഗാന്ധി കുടുംബസംഘം നടക്കും. അന്ന് മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെ. അതിനിടയ്ക്ക് ലോക്കൽ ബോഡിയിലെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ ബോഡിയിൽ വ്യാപകമായ അഴിമതിയാണ് ചുറ്റുന്നത്. ഏറ്റവും കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ. കോഴിക്കോട് കോർപ്പറേഷനിൽ ആ കെട്ടിടം നവീകരിക്കാൻ വേണ്ടി ചെലവിട്ടുകൊണ്ട് 19 കോടിയാണ്. 12 കോടിയുടെ കെട്ടിടം മുഴുവൻ മാറ്റിപ്പണിയാണ്. നവീകരിക്കാൻ വേണ്ടി 19 കോടി. 12 കോടിയാണോ കെട്ടിടത്തിന്റെ? 19 കോടിയാണ് നവീകരണത്തിന് ചെലവഴിക്കുന്നത്. മിക്ക പദ്ധതികളും അഴിമതിയാണ്. പ്ലാൻ അനുവദിക്കുന്നതിൽ, കെട്ടിടത്തിന് നമ്പർ കൊടുക്കുന്നതിൽ, പരസ്യ ബോർഡ് അനുവദിച്ചതിൽ എല്ലാം അഴിമതിയാണ്. ഇത് ഉദാഹരണം മാത്രം. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമല്ല, CPM ഭരിക്കുന്ന ഒട്ടുമിക്ക പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പം അത്തരം സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളാണ്. ആ പ്രക്ഷോഭങ്ങളും ആരംഭിക്കാൻ പോകുന്നത് ഈ ജനുവരി മാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ കോഴിക്കോട് മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അത്ര ഒരു മുന്നേറ്റം എന്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇത്തവണ തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഗ്രസിന് കഴിയാതെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്തവണ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, അത് രണ്ട് സാഹചര്യമല്ലേ. ഈ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണല്ലോ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ജനങ്ങളുടെ ചിന്താഗതികൾ മാറ്റം വരും. പ്രബുദ്ധരാണല്ലോ. അല്ല, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവെ പൊളിറ്റിക്കൽ വോട്ടുകളും അല്ലാത്ത വോട്ടുകളും രണ്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല, പാർലമെന്റ് ഇലക്ഷനകത്ത് കോൺഗ്രസ് അനുകൂലമായി വരുന്ന ചിന്താഗതി അതേ രീതിയിൽ ലോക്കൽ ബോഡിയിലോ അസംബ്ലി വരാറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പൊളിറ്റിക്കലി സെൻസിറ്റീവായ കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റമാണ്. പക്ഷെ ഇതിനൊരു സംശയം വേണ്ട, ഇത്തവണത്തെ ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും കോഴിക്കോട് ജില്ലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം ആവർത്തിക്കും. കേരളത്തിലൊട്ടാകെ അങ്ങനെ തന്നെ വരാൻ സാധ്യത. അത് ഞാൻ ആധികാരികം പറഞ്ഞ ആളല്ലെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി ഭരിക്കുന്ന മുന്നണി UDF ആയിരിക്കും. നിയമസഭയിലേക്ക് എത്തുമ്പോഴും ഇതിന്റെ മാറ്റങ്ങൾ, നിയമസഭയിലെ 13 സീറ്റും ജയിക്കാതെ ലക്ഷ്യം, ഒരു സീറ്റും മാറ്റുന്നില്ല. പക്ഷേ കോൺഗ്രസിന് നിലവിലൊന്നുമില്ല. ഒന്നും അറിയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെയാണ്. തെലങ്കാനയിൽ എന്തുണ്ടായിരുന്നോ ഇലക്ഷൻ കാലത്ത്? ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കിട്ടുന്നത് കൊണ്ട് മാത്രം UDF എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13 അസംബ്ലിയിലും ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് അസംബ്ലിയിൽ ലീഡ് ചെയ്യപ്പെടാന്നാണ് ഞങ്ങളെ ചോദ്യം. അതുകൊണ്ട് 13 ഔട്ട് ഓഫ് 13 എന്നാണ് ഇത്തവണത്തെ കോഴിക്കോട് UDFന്റെ എയിമും മോട്ടോ. വടകരയിലെ RMP തന്നെയായിരിക്കും അല്ലേ? സ്വാഭാവികം അങ്ങനെയാണ് സാധ്യത. തീരുമാനിക്കണം. പഞ്ചായത്തുകൾ അങ്ങനെ അല്ല, പഞ്ചായത്ത് ഇലക്ഷൻ RMPയുമായി ഞങ്ങൾ നല്ല ഓപ്പൺ സെറ്റ് ഉണ്ടാവും. ഇത്തവണ UDFന്റെ ഒരു ഉന്നതതല യോഗം കഴിഞ്ഞാൽ RMP നേതാക്കളുമായി ഒരുമിച്ച് യോഗം ചെയ്തു. ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും ഈ ജില്ലയിൽ RMPയുമായി പരസ്യ സഖ്യം. ഒഞ്ചിയം, ഏറാമല പോലുള്ള എല്ലായിടങ്ങളിലും. ഒഞ്ചിയം, ഏറാമല മാത്രമല്ല RMP ഉള്ളത്. മാവൂരിൽ അത്തോളി RMP ഉണ്ട്. RMP ഉള്ള എല്ലായിടങ്ങളിലും UDFുമായി തുറന്ന സഖ്യമായിരിക്കും. ഒരു വിജയ സാധ്യത, അങ്ങനെയുള്ള നീക്കങ്ങൾ, അതിന്റെ ഒരു അടിത്തട്ടിലുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്തൊരു മുന്നൊരുക്കം കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, UDFിലുണ്ട്. ഈ ഷാഫി കോഴിക്കോട്ടേക്ക് എത്തിയത് കുറച്ചും കൂടെ ഗുണം ചെയ്യുമോ? പൊതുവെ പ്രവർത്തകർ അണികൾക്കിടയിൽ കുറച്ചും കൂടെ അതും അനുകൂല ഘടകമാണ്. അതൊരു ഫാക്ടറാണോ? ഞാനൊരു കാര്യം പറയാം, അതിലൊരു തർക്കം വേണ്ട. കാരണം പൊതുജനങ്ങളുടെയിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയിലും
നല്ല സ്വാധീനമുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം വടകര MP ആയിരുന്നു. ശ്രീ MK രാഘവൻ്റെ അനുഭവ സമ്പത്ത്, ഈ ജില്ലയിലെ പ്രഗത്ഭരായ നേതാക്കളുടെയൊക്കെ സഹകരണം, സാന്നിധ്യം, കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റം, അതെല്ലാം പിന്നെ ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം, ഈ ഘടകങ്ങളെല്ലാം UDF-നും കോൺഗ്രസിനും അനുകൂലമാണ് ജില്ലയിൽ. ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്ത് തലം മുതൽ മേൽത്തട്ട് വരെയുള്ള ആ ഒരു പ്രവർത്തന രീതി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് തന്നെയാണോ പോകുന്നത്? ഞാൻ പറയട്ടെ, 1566 വാർഡുകളുള്ള കോഴിക്കോട്ട് ജില്ലയിലെ അവർ മുഴുവൻ വിളിച്ച് സമ്മേളനം ഞങ്ങൾ നടത്തി എന്നുള്ളത് തന്നെ അടിത്തട്ടിൽ പാർട്ടി ഭദ്രമായി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇനി ഈ മാസം 30-ാം തീയതി മുതൽ എല്ലാ വാർഡുകളിലും മഹാത്മാഗാന്ധി കുടുംബസ്വപ്ന ക്യാമ്പുകൾ മേൽത്തട്ടിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിന്ന് അടിത്തട്ട് ഭദ്രമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായി കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോഴാണ് വയനാട്ടിൽ നിന്ന് സഹകരണ മേഖലയിൽ ഈ NM വിജയൻ്റെ ഉൾപ്പെടെയുള്ള മരണം ഉൾപ്പെടെ വരുന്നത്. അത് ശരിക്കും ഒരു തിരിച്ചടിയാവും? ഒരു തിരിച്ചടിയാവില്ല, ഒരു തിരിച്ചടിയാവില്ല. അത്തരം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യും? ഒരു പാർട്ടിയാവുമ്പോൾ അത്തരം പ്രതിസന്ധികളും മാനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പ്രധാനം. വരുന്നത് ആകസ്മികമാണ്, പക്ഷേ അതിനെ കൈകാര്യം രീതിയുണ്ട്. ഏറ്റവും ജനമനസ്സുകളിൽ വിശ്വാസത്തിനും പരിഗണനയ്ക്കും കോട്ടം വരാത്ത രീതിയിലാണ് ആ കേസുകൾ പാർട്ടി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വിജയത്തെയോ സുഗമമായ മുന്നോട്ടത്തെയോ അത് ബാധിക്കില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ എങ്ങനെയായിരിക്കും? വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ഇവിടെ മുകളിൽ നിന്ന് ഇടപെടലുണ്ടാവില്ല, മുകളിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കില്ല. മുഴുവൻ സ്ഥാനാർത്ഥികളെയും അതാത് വാർഡുകൾ കോൺഗ്രസിന് അനുവദിക്കപ്പെടുന്ന സീറ്റുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. അത്തരത്തിലപ്പോൾ ജനസമ്മതരായ ആളുകൾ തന്നെയായിരിക്കും പരമാവധി. ജനസമ്മതരായ ആളുകളെ കണ്ടെത്താനുള്ള പൂർണ്ണ അധികാരം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ തവണയൊക്കെ പക്ഷേ കോൺഗ്രസിന് പലയിടത്തും കാലിടറി പോകാനുള്ള കാരണം അത്ര ജനസമ്മതരായ ആളുകളല്ലായിരുന്നു. ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടാൻ അനുഭവത്തൊന്നും പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട്ടെ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അത്തരമൊരു അനുഭവം ഇനി കോഴിക്കോട് ഉണ്ടാവില്ല എന്ന് ഉണ്ടാക്കുന്നതെന്ന് ഉറച്ച വിശ്വാസമാണ് ഇവിടുത്തെ നേതാക്കളും പ്രവർത്തകരൊക്കെ ഉള്ളത്. അതിൻ്റെ ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി ഒരു 1.25 വർഷത്തിനകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതൊരു വലിയ ഇതാണ്. കാരണം കോഴിക്കോട് നിന്നുള്ള ഒരു സംഭാവന പ്രധാനമാണ്. കാരണം ഭരണം പിടിക്കണം എന്നുള്ളത് UDF അതിനുള്ള എല്ലാ തന്ത്രങ്ങളും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് നിന്ന് എത്ര സീറ്റ് ഇത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം കോൺഗ്രസിന്. ഞാനൊരു കാര്യം പറയാം. 2026 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ UDF-ന്റെ ലക്ഷ്യം 13 ഔട്ട് ഓഫ് 13 എന്നാണ്. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, ഇത്തവണ 2026 ഏറ്റവും കൂടുതൽ MLA-മാർ ഉള്ള ജില്ലയുടെ മുന്നണി UDF ആയിരിക്കും. അതിൽ കോൺഗ്രസ് പാർട്ടിക്കും മതിയായ പ്രാതിനിധ്യം ഉണ്ടാവും. ഓക്കെ.